Hi students, once again welcome back to EduSpring classes. Plus 2 accountancy പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും നൽകിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കും. ഹൗ ടു സിംപ്ലി പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെയാണ് സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 8 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെയും കാണേണ്ടതാണ്. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടത്. ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഉള്ളിൽ നൽകുന്ന ഐറ്റംസ് അത് ഒന്നെങ്കിൽ എന്താണ് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കും, അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കും. ഇപ്പോൾ റവന്യൂ റെസിപ്റ്റുകളും റവന്യൂ പേയ്മെന്റുകളും മൊത്തമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കാണ് എടുക്കുന്നത്. അതുപോലെ ക്യാപിറ്റൽ പേയ്മെന്റുകളും ക്യാപിറ്റൽ റെസിപ്റ്റുകളുമാണ് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്നത്. ഇനിയുള്ളത് എന്താണ്? അഡ്ജസ്റ്റ്മെന്റുകളാണ്. ഈ അഡ്ജസ്റ്റ്മെന്റുകൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കും എടുക്കണം, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലേക്കും എടുക്കണം. ഇപ്പൊ രണ്ടിലേക്കും എടുക്കേണ്ടതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത്. ഇനി ഇയേഴ്സ്, വർഷങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വായിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് 2013 ഉണ്ട്, 2012, അതുപോലെ 2014. 2013 എന്നുള്ളത് എന്താണ്? കറന്റ് ഇയർ ആണ്. കറന്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഈ വർഷം. ഈ വർഷത്തേക്കുള്ള ബാലൻസ് ഷീറ്റും ഈ വർഷത്തേക്കുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി 2012 എന്ന് പറഞ്ഞാലോ, അത് പ്രീവിയസ് ഇയർ ആണ്, കഴിഞ്ഞ വർഷം. ചില സമയത്ത് എന്താണ് ക്യാപിറ്റൽ ഫണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ നൽകും. ചില സമയത്ത് ക്യാപിറ്റൽ ഫണ്ട് ക്വസ്റ്റ്യനിൽ തരാതെ കഴിഞ്ഞ വർഷത്തെ അസറ്റുകളും കഴിഞ്ഞ വർഷത്തെ ലാബിലിറ്റീസും നമുക്ക് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നൽകും. അങ്ങനെ നൽകി കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപിറ്റൽ ഫണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ അസറ്റുകളും ലാബിലിറ്റീസും തമ്മിൽ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ബാലൻസിങ് ഫിഗർ ആയിരിക്കും അവിടെ ക്യാപിറ്റൽ ഫണ്ട് എന്നുള്ളത്. അതിനെന്ത് ചെയ്യണം? നമ്മൾ 2012 ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ 2012 ക്യാപിറ്റലും 2012 അസറ്റുകളും ലാബിലിറ്റീസും കമ്പയർ ചെയ്യാൻ എന്ത് ചെയ്യണം? 2012 ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അവിടെ നിന്ന് കിട്ടും നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കിട്ടും. ഈ ക്യാപിറ്റൽ ഫണ്ടാണ് 2013 ഈ വർഷത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എടുക്കേണ്ടത്. ഈ 2014 എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ഇയർ ആണ്. അത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതുപോലെ പ്രീപെയ്ഡ് ഇൻകംസ്, ഇതൊക്കെ 2014 വരുന്ന ഐറ്റംസ് ആണ്. അതെന്നാണ് അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും എടുക്കുക, അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും ഉണ്ടാവുക. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും എന്താണ് അത് എടുക്കുന്നതാണ്. ഇത്രയുമാണ് ഒരു പൊതുവായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണ്. ഫോളോവിങ് ഈസ് ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഓഫ് കിങ്സ് ക്ലബ് തൃശ്ശൂർ ഫോർ ദ ഇയർ എൻഡിങ് 31 December 2013. 2013 ഡിസംബർ 31 കിങ്സ് ക്ലബിൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണ് താഴെ നൽകിയിരിക്കുന്നത്. റെസിപ്റ്റ് സൈഡ് ബാലൻസ് ബ്രോഡൗൺ, അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ബാലൻസ് ബ്രോഡൗൺ. ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്കാണ് എടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്കാണ് ബാലൻസ് ബ്രോഡൗൺ എടുക്കേണ്ടത്. പിന്നെ സബ്സ്ക്രിപ്ഷൻ, അത് റവന്യൂ റെസിപ്റ്റ് ആണ്, അത് എടുക്കേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കാണ്. ഇൻട്രസ്റ്റ് റവന്യൂ റെസിപ്റ്റ് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കാണ് എടുക്കേണ്ടത്.
ഡൊണേഷൻസ് 6000. ഡൊണേഷൻ എന്നാണ്, സ്പെഷ്യൽ ഡൊണേഷൻ ആണോ അല്ലെ ജനറൽ ഡൊണേഷൻ ആണോ ഇവിടെ പ്രത്യേകം പറയുന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ അതിൻ്റെ എമൗണ്ട് പരിശോധിക്കുക. അപ്പോൾ ഈ എമൗണ്ട് ചെറിയൊരു എമൗണ്ടാണ്, അതായത് മറ്റ് എമൗണ്ടുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്നാണ് ഡൊണേഷൻ്റെത് ചെറിയൊരു എമൗണ്ടാണ്. ചെറിയ എമൗണ്ട് ആണെങ്കിൽ അതിനെ റവന്യൂ റെസിപ്റ്റായിട്ട് പരിഗണിക്കുകയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കുകയും ചെയ്യണം. പിന്നെ ഡൊണേഷൻ ടു ബിൽഡിംഗ് ഫണ്ട്, അതൊരു സ്പെഷ്യൽ ഡൊണേഷനാണ്, അത് ക്യാപിറ്റൽ റെസിപ്റ്റാണ്, ബാലൻസ് ഷീറ്റിലേക്കാണ് എടുക്കുന്നത്. മാച്ച് ഫണ്ട് ഒരു സ്പെഷ്യൽ ഫണ്ടാണ്, അതും ബാലൻസ് ഷീറ്റിലേക്കാണ് എടുക്കുന്നത്. മിസലേനിയസ് റെസിപ്റ്റ് റവന്യൂ റെസിപ്റ്റാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കാണ് എടുക്കുന്നത്. സെയിൽ ഓഫ് ഗ്രാസ് അതും റവന്യൂ റെസിപ്റ്റാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കാണ് എടുക്കേണ്ടത്. നെക്സ്റ്റ് സൈഡാണ് പേയ്മെൻറ്റ് സൈഡ്. മാച്ച് എക്സ്പെൻസസ് 6,800. മാച്ച് എക്സ്പെൻസസ് എന്നുള്ളത് ഒരു സ്പെഷ്യൽ ഫണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസാണ്. അതുകൊണ്ട് ഇത് ബാലൻസ് ഷീറ്റിൽ വെച്ച് മാച്ച് ഫണ്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് എടുക്കാൻ പാടില്ല. ഈ റെൻറ്റ് റവന്യൂ പേയ്മെൻ്റ് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കാണ് എടുക്കേണ്ടത്. സാലറീസ് അതും റവന്യൂ പേയ്മെൻ്റ് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കാണ് എടുക്കേണ്ടത്. സൺട്രി എക്സ്പെൻസസ് റവന്യൂ പേയ്മെൻ്റ് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കാണ് എടുക്കേണ്ടത്. ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ് അത് ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്, അത് ബാലൻസ് ഷീറ്റിലേക്കാണ് എടുക്കേണ്ടത്. ന്യൂസ് പേപ്പേഴ്സ് റവന്യൂ പേയ്മെൻ്റ് ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കുന്നു. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് എന്താണ്, ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്, അത് ബാലൻസ് ഷീറ്റിലേക്കാണ് എടുക്കുന്നത്. ഇനി ബാലൻസ് ക്യാരി ഡൗൺ, അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്കാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത്രയുമാണ് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ്. ഇനി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വായിക്കാൻ പോകുന്നത്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 വേർ ₹4,000. 2012 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് 4000 രൂപ. ഇപ്പോൾ 2012 എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, അന്ന് പ്രീവിയസ് ഇയർ ആണല്ലോ, അതുകൊണ്ട് ആദ്യത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് 4000. അറ്റ് ദ എൻഡ് ഓഫ് 2013, അതായത് 2013 എന്ന് പറയുമ്പോൾ അത് ലാസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ്, അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് 6000 രൂപ. ഇനി സാലറീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31 December 2012, 2012 ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ 2012 ഔട്ട്സ്റ്റാൻഡിങ് അത് ആദ്യത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. എമൗണ്ട് എത്രയാണ്, 2000 രൂപ. അതുപോലെ ഓൺ 31 December 2013, 2500, 2013 ഔട്ട്സ്റ്റാൻഡിംഗ്, അതായത് അവസാനത്തെ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് 2500 രൂപ. ഓൺ 31 December 2012, the club had investments worth ₹12,000. 2012 ഡിസംബറിൽ ബിസിനസ്സിൻ്റെ കയ്യിൽ എന്താണ്, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കയ്യിൽ 12,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫർണിച്ചർ 10,000 രൂപയുണ്ട്. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് 20,000 രൂപയുണ്ട്. ഇതൊക്കെ 2012 തന്നെ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള അസറ്റുകളാണ്. അതിൻ്റെ പുറമെയാണ് ഈ വർഷം വാങ്ങിയിട്ടുള്ളത്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ അക്കൗണ്ടിലുള്ളത് ഈ വർഷം പുതുതായി വാങ്ങിയ അസറ്റുകളാണ്. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 December 2013, അതായത് 2013 ഡിസംബർ 31 ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിന് പുറമെ എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ് ആഫ്റ്റർ ഡിപ്രീഷിയേറ്റിംഗ് ബൈ 20% ഫർണിച്ചർ, ഡിപ്രീഷിയേറ്റിംഗ് ഫർണിച്ചർ ബൈ 20% ആൻഡ് സ്പോർട്സ് എക്യുപ്മെൻറ്റ് ബൈ 25%. അതായത് സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിന് 25% ഡിപ്രീഷിയേഷനും അതുപോലെ തന്നെ ഫർണിച്ചറിന് 20% ഡിപ്രീഷിയേഷനും നൽകിയതിന് ശേഷം ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക.
ഇതാണ് ക്വസ്റ്റ്യൻ. സ്റ്റുഡൻസ്, ഫസ്റ്റ്ലി യു ഹാവ് ടു പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഹെഡിങ് എന്താണ്? ഹെഡിങ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ എക്സാമിന് എഴുതേണ്ടതുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2013. ക്രെഡിറ്റ് സൈഡിൽ എന്താണ്? ഇൻകം. ക്രെഡിറ്റ് സൈഡിൽ എന്താണ്? ഇൻകം. അതുപോലെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ആദ്യമായിട്ട് എന്താണ് നമ്മൾ ഇൻകം സൈഡ് റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പൊ ഇൻകം സൈഡിൽ എന്താണ് ആദ്യമായിട്ട് വരുന്നത്? സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്രയാണ്? സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് 56,400. അപ്പോൾ 56,400 രൂപയാണ്. 56,400 രൂപയാണ് എന്ത്? സബ്സ്ക്രിപ്ഷൻ. ഇനി സബ്സ്ക്രിപ്ഷനുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെന്റിൽ ചെക്ക് ചെയ്യണം. അതായത് അഡ്ജസ്റ്റ്മെന്റിൽ എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012. അതായത് കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്, ആദ്യത്തെ ഔട്ട്സ്റ്റാൻഡിങ് 4,000 ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? അറ്റ് ദ എൻഡ് ഓഫ് 2013, 2013 അവസാനത്തിൽ 6,000 ഉണ്ട്. അപ്പൊ അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ആദ്യത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. അതായത് ലാസ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ്ങും ഫസ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് നൽകിയിട്ടുണ്ട്. ഇനി ഇതിന് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് നൽകുന്നത്? സബ്സ്ക്രിപ്ഷന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് എന്താണ്? ആദ്യത്തെ അഡ്വാൻസും, അതായത് ഫസ്റ്റിലെ അഡ്വാൻസും അതുപോലെ ലാസ്റ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. ലാസ്റ്റ് മീൻസ് അവസാനത്തെ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. ഒന്ന് ആഡ്. ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് എന്താണ്? ആദ്യത്തെ അഡ്വാൻസ് ആണ്. പക്ഷെ എന്തില്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ അഡ്വാൻസ് ഇല്ല. എന്തേ ഉള്ളൂ? അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ? 2013 ആണ് അവസാനം. അതാണ് ആ ഒരു ഇയറിന്റെ എൻഡ്. എമൗണ്ട് എത്രയാണ്? അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ് 6,000 ആണ്, 6,000 രൂപ. ഇനി 56,400 6,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 62,400 രൂപ. അപ്പോൾ അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്തു, നമുക്ക് എന്താണ് 62,400 എന്ന് ആൻസർ ലഭിച്ചു. ഇനി ഇതിനോട് കൂടി എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. എന്താണ് ലെസ് ചെയ്യേണ്ടത്? അവസാനത്തെ അഡ്വാൻസ് എന്ത് ചെയ്യണം? ലാസ്റ്റ് അഡ്വാൻസ് ലെസ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തില്ല? ലാസ്റ്റ് അഡ്വാൻസ് ഇല്ല. ഇനി ആദ്യത്തെ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പൊ പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എത്രയാണ്? 4,000 ആണ്. 4,000 ഇത് മൈനസ് ആണ്, കാരണം ലെസ് ആണല്ലോ. അപ്പോൾ 2012 അപ്പോൾ ആദ്യത്തെ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്തു. അപ്പോൾ 62,400 നിന്നും 4,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് എത്രയാണ്? 58,400 രൂപ. കാരണം ഇങ്ങനെ എടുക്കാനുള്ള കാരണം എന്താണ്? ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഈ വർഷത്തെ വരുമാനങ്ങളും ഈ വർഷത്തെ ചെലവുകളും മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ്. ഈ 56,400 കഴിഞ്ഞ വർഷത്തെ ഐറ്റംസ് ഉണ്ട്, കണ്ടോ? 2012 ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഈ ഒരു ഐറ്റംസ് എന്തുണ്ടായിരിക്കും? കഴിഞ്ഞ വർഷത്തെയും അതുപോലെ വരാൻ പോകുന്ന വർഷത്തേക്ക് ഐറ്റംസ് ഉണ്ടായിരിക്കും. അപ്പം കഴിഞ്ഞ വർഷത്തേത് കുറക്കണം, അത് ചെയ്യണം. അതുപോലെ വരാൻ പോകുന്ന വർഷത്തേത് എന്ത് ചെയ്യണം? നമ്മൾ ലെസ് ചെയ്യണം. ഈ വർഷത്തേത് മാത്രം എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എന്താണ് നമ്മൾ ഈ വർഷത്തേത് മാത്രം ആക്കിയപ്പോൾ എത്രയായി? 58,400. അത് ഈ വർഷത്തെ എന്താണ്? സബ്സ്ക്രിപ്ഷൻ ആണ്. ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഇവിടേക്ക് എടുക്കാൻ പാടുള്ളൂ.
സബ്സ്ക്രിപ്ഷൻ എടുത്തു. ഇനി ഇൻട്രസ്റ്റ് എന്താണ് ഇവിടേക്ക് എടുക്കണം. ഇപ്പൊ ഇൻട്രസ്റ്റ് എമൗണ്ട് 300 ആണ്, 300 രൂപ. ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ ഡൊണേഷൻ, ഇതിലേക്ക് ജനറൽ ഡൊണേഷൻ ആണ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് ഈ ഡൊണേഷൻ എന്താണ് അത് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് പരിഗണിക്കുകയും ഇവിടേക്ക് എടുക്കുകയും ചെയ്യുന്നു. 6,000. പിന്നെ ഡൊണേഷൻ ടു ബിൽഡിംഗ് എടുക്കൂല, മാച്ച് ഫണ്ട് എടുക്കൂല. മിസ്ലേനിയസ് റെസിപ്റ്റ് എമൗണ്ട് എത്രയാണ്? മിസ്ലേനിയസ് റെസിപ്റ്റ്സ് എമൗണ്ട് 430 രൂപയാണ്. പിന്നീട് വരുന്നത് സെയിൽ ഓഫ് ഗ്രാസ്. സെയിൽ ഓഫ് ഗ്രാസ് എമൗണ്ട് എത്രയാണ്? 100. അപ്പോൾ ഒരു റെസിപ്റ്റന്റ് പേയ്മെന്റ് അക്കൗണ്ടിലെ റെസിപ്റ്റ് സൈഡിലെ ഐറ്റംസ് ഒക്കെ എന്താണ് നമ്മൾ ഇവിടേക്ക് എടുത്തു കഴിഞ്ഞു. റവന്യൂ ഐറ്റംസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടേക്ക് ഏതെങ്കിലും ഐറ്റംസ് അഡ്ജസ്റ്റ്മെന്റിൽ എടുക്കാനുണ്ടോ നോക്കാം. ഇവിടെ എന്താണ് ഇനി അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നും തന്നെ ഈ ഒരു സൈഡിലേക്ക് എന്താണ് എടുക്കാനില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇനി എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് പോവുകയാണ്. ഇപ്പൊ എക്സ്പെൻഡിച്ചർ സൈഡിൽ ഫസ്റ്റ് എന്താണ് മാച്ച് എക്സ്പെൻസസ്. ഇവിടെ എന്തുണ്ട്? മാച്ച് ഫണ്ട് ഉണ്ട്. ഈ മാച്ച് ഫണ്ടിലാണ് മാച്ച് എക്സ്പെൻസ് ബാലൻസ് ഷീറ്റിൽ വെച്ചിട്ടാണ്, അത് സ്പെഷ്യൽ ഫണ്ടാണ്, അവിടെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ എന്താണ് പിന്നെ വരുന്നത് റെന്റ് ആണ്. റവന്യൂ പേയ്മെന്റ് ആണ് റെന്റ്. ഇപ്പൊ റെന്റ് എഴുതുമ്പോൾ റെന്റുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. ചെക്ക് ചെയ്യുമ്പോൾ റെന്റിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് നേരെ എമൗണ്ട് കോളത്തിലേക്ക് എഴുതുന്നു. എമൗണ്ട് എത്രയാണ്? 9,600. അപ്പോൾ 9,600 രൂപയാണ് റെന്റ്. പിന്നെ വരുന്നത് സാലറിയാണ്. സാലറീസ്. അപ്പോൾ സാലറീസുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ എന്താണ് അത്, കാരണം ഈ വർഷത്തെ സാലറി മാത്രമേ ഇവിടേക്ക് എഴുതാൻ പാടുള്ളൂ. ഇപ്പൊ സാലറിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് ഇവിടേക്ക് വരേണ്ടത്. ഇപ്പൊ സാലറീസ് എമൗണ്ട് എത്രയാണ്? സാലറീസ് 24,400. 24,000 ആണ്. 24,000 ഇവിടെ എഴുതാൻ കാരണം എന്താണ്? ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ആൻഡ് ഇതിനോട് കൂടി എന്ത് ചെയ്യണം? സാലറിയുടെ അഡ്വാൻസ്, ആദ്യത്തെ അഡ്വാൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആദ്യത്തെ അഡ്വാൻസ് ഉണ്ടോ? സാലറിയുമായി ബന്ധപ്പെട്ട അഡ്വാൻസ് കാണുന്നില്ല. അതുപോലെ അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടോ? യെസ്, അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് അതായത് അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ഡിസംബർ 2013 ആണ്. ഡിസംബർ 2013. ഇപ്പൊ ഡിസംബർ 2013 ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണ്? 2,500 ആണ്. 2,500. അപ്പോൾ 24,000 പ്ലസ് 2,500 എത്രയാണ്? 26,500. അപ്പോൾ 26,500 എന്താണ് നമുക്ക് ആൻസർ ലഭിച്ചു. ഇനി ലെസ് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത്? അതായത് അവസാനത്തെ അഡ്വാൻസ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തില്ല? അവസാനത്തെ അഡ്വാൻസ് നമുക്ക് നൽകിയിട്ടില്ല, അതുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ആദ്യത്തെ ഔട്ട്സ്റ്റാൻഡിങ് 2012 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അതെന്താണ് ഇവിടെ ലെസ് ചെയ്യേണ്ടതാണ്. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് അതായത് 2012. അപ്പം 2012 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അതായത് സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2012. അത് എന്താണ്? ആദ്യത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണ്, ഫസ്റ്റിലെ ഔട്ട്സ്റ്റാൻഡിങ്. അത് എമൗണ്ട് എത്രയാണ്? എമൗണ്ട് 2,000 ആണ്.
ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്, ബ്രാക്കറ്റിൽ ഇട്ടു. അങ്ങനെ ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ടാൽ എന്ത് ചെയ്യും, വേഗം മനസ്സിലാകും. അപ്പോൾ എമൗണ്ട് എത്രയാണ്, അതായത് 26,500 നിന്നും 2000 കുറച്ച് കഴിഞ്ഞാൽ 2400, സോറി 24,000. 26,500 നിന്നും 2000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 24,000 എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. അപ്പോൾ റെന്റ് കഴിഞ്ഞു, സാലറി കഴിഞ്ഞു. ഇനി എന്താ ഐറ്റംസ്, സൺട്രി എക്സ്പെൻസസ്. സൺട്രി എക്സ്പെൻസസ് 3,800. സൺട്രി എക്സ്പെൻസസ് 3,800 ആണ് സൺട്രി എക്സ്പെൻസസ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, ഇവിടേക്ക് എടുക്കൂല. ന്യൂസ് പേപ്പേഴ്സ് 750. ന്യൂസ് പേപ്പേഴ്സ് 750. അതുപോലെ തന്നെ സ്പോർട്സ് എക്യുപ്മെന്റ്സ് എന്നാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. അതുപോലെ ക്ലോസിംഗ് ബാലൻസ് അതും ക്യാപിറ്റൽ ആണ്, അതൊന്നും ഇവിടേക്ക് എടുക്കൂല. ഇനി ഇവിടേക്ക് എടുക്കാൻ അഡ്ജസ്റ്റ്മെന്റിൽ എന്നാണ് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ നോക്കുക, അവിടെ എന്താണ് ഇനിയൊന്നും ഇങ്ങോട്ട് എടുക്കാനില്ല. അതിന് ശേഷമാണ് ഇത് ബാലൻസ് ചെയ്യുക. ഇനി ഫസ്റ്റ് എന്താണ്, ഈ ഒരു സൈഡ് മൊത്തം എന്താണ് നമുക്ക് കൂട്ടി നോക്കാം. ഈ സൈഡ് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ലഭിക്കും ആൻസർ, ആ സൈഡ് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 65,230, 65,230 എന്ന് ലഭിക്കും. അതുപോലെ എന്താണ് ഈ ഒരു സൈഡും എന്താണ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നിന്നാണ് എന്തെങ്കിലും ഐറ്റംസ്, ഇവിടെ നിന്നാണ് ഇനി ഡിപ്രീസിയേഷൻ. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ നിന്നാണ് ഇനി ഒരു ഐറ്റം കൂടി എടുക്കാനുണ്ട്, ലാസ്റ്റിലാണ് വന്നത് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്നാണ് എടുക്കാൻ വിട്ടുപോകരുത്. ഇത് അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും ഡിപ്രീസിയേഷൻ ഉണ്ടാവുക. ഡിപ്രീസിയേഷൻ, അപ്പോൾ ഡിപ്രീസിയേഷൻ ഏതിനൊക്കെയാണ്, ഡിപ്രീസിയേഷൻ ഫർണിച്ചർ ആൻഡ് സ്പോർട്സ് എക്യുപ്മെന്റ്സ്. ഫർണിച്ചർ ആണ് ആദ്യം, ഫർണിച്ചർ. ഇപ്പോൾ ഫർണിച്ചർ എന്നാണ്, ഈ വർഷം പുതുതായിട്ട് ഫർണിച്ചർ വാങ്ങിയിട്ടില്ല. 2012 ഫർണിച്ചറാണ്. എത്രയാണ് ടോട്ടൽ ഫർണിച്ചർ, 10,000. ഫർണിച്ചർ 10,000 രൂപയാണ്. 10,000 ഇൻറ്റു എത്ര ശതമാനമാണ്, 20% ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ, 20%. 10,000ന്റെ 20% എത്രയാണ്, 2,000, 2,000 രൂപയാണ്. ഇനി ഡിപ്രീസിയേഷൻ നൽകുന്നത് എന്തിനാണ്, സ്പോർട്സ് എക്യുപ്മെന്റ്സിനാണ്. സ്പോർട്സ് എക്യുപ്മെന്റ് സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഈ വർഷം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷത്തേതുമുണ്ട്. കഴിഞ്ഞ വർഷത്തെ സ്പോർട്സ് എക്യുപ്മെന്റ്സ് എത്രയാണ്, 2012 സ്പോർട്സ് എക്യുപ്മെന്റ്സ് എമൗണ്ട് എത്രയാണ്, 20,000 ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഓൾറെഡി 20,000 രൂപയുടേതുണ്ട്. അതിന് പുറമെ ഈ വർഷം 2013 എന്നാണ്. 2013 എന്ന് പറയുമ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലുള്ള അസറ്റുകളൊക്കെ എന്നാണ് ഈ വർഷം വാങ്ങിയ അസറ്റുകളാണ്. അതുകൊണ്ടാണ് അതിൽ വരാനുള്ള കാരണം. ഇപ്പൊ 2012 32,000, ടോട്ടൽ എത്രയാണ്, 52,000. ഈ 52,000ന്റെ 25% ടോട്ടലി എത്രയാണ്, ഇപ്പോൾ നേരത്തെ 20,000ന്റെ സ്പോർട്സ് എക്യുപ്മെന്റ്സ്, അതിലേക്ക് ഈ വർഷം 32,000 കൂടി ആഡ് ചെയ്തു. ടോട്ടൽ 52,000ന്റെ സ്പോർട്സ് എക്യുപ്മെന്റ്സ് ഉണ്ട്. അതെന്താണ്, അതിന്റെ 25% ഡിപ്രീസിയേഷൻ. അപ്പോൾ 52,000ന്റെ 25% 13,000 ആണ്. 13,000. ഇനി എന്താണ്, അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നുമില്ല, അത് നേരത്തെ എടുക്കാൻ വിട്ടുപോയതാണ്. എന്ത് ചെയ്യാം, ഈ സൈഡ് മൊത്തം കൂട്ടാം. ഈ സൈഡ് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 53,650. ഇപ്പോൾ 53,650. ഇനി എന്ത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ 65,230 എന്ന് കിട്ടില്ലേ, അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യാം, ഈ 53,650 മൈനസ് ചെയ്യാം. ഇവിടെയല്ലേ കുറവുള്ള സൈഡ്, ആ കുറവുള്ള സൈഡിലേക്ക് എന്താണ് അതിന്റെ ബാലൻസ് എഴുതുക. ആ ബാലൻസ് എത്രയാണ്, 11,580.
അപ്പോൾ 11,580 ബാലൻസ്. ക്ലിയർ ആയല്ലോ. ഇവിടെ 65,230 നിന്നും 53,650 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് എത്രയാണ്? 11,580. ഇനി ഇത് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ? കാരണം ഇവിടെ നോക്കുക, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റിലെ എമൗണ്ട് ആണ് കൂടുതൽ. അതുകൊണ്ട് ഇത് എന്ത് ബാലൻസ് ആണ്? ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അത് സർപ്ലസ് ആണ്. സർപ്ലസ് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ടാണ് ഇത് സർപ്ലസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. 65,230, ഇവിടെയും 65,230. ഇത്രയുമാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട രീതി. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷേ ബാലൻസ് ഷീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്യാപിറ്റൽ ഫണ്ട് വേണം. ഈ ക്യാപിറ്റൽ ഫണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷത്തെ 2012 കണ്ട നിങ്ങൾ, പ്രീവിയസ് ഇയർ ആണ്, 2012 ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിന് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ക്യാപിറ്റൽ ഫണ്ട് എത്രയെന്ന് ലഭിക്കും. കാരണം ഇതിന്റെ ബാലൻസ് ഫിഗറാണ് ക്യാപിറ്റൽ ഫണ്ട്. ആദ്യം എന്താണ്? അസറ്റുകൾ. അത് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിനോട് കൂടെ നമുക്ക് എന്ത് നൽകിയിട്ടുണ്ട്? കുറച്ച് കഴിഞ്ഞ വർഷം നമ്മുടെ കയ്യിലുള്ള അസറ്റുകൾ നൽകിയിട്ടുണ്ട്, അതുപോലെ ലാബിലിറ്റീസും നൽകിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ശ്രദ്ധിക്കുക, ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും ആകെ ഒരു ഐറ്റംസ് ആണ് ഇതിലേക്ക് എടുക്കുന്നത്. അത് എന്താണ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതായത് ഏറ്റവും ഫസ്റ്റ് ബാലൻസ് ബ്രോ ഡൗൺ, അതൊന്നാണ് ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് എടുക്കുക. ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്യാഷ് ഇൻ ഹാൻഡ് എന്നുള്ളത് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ബാലൻസ് ബ്രോ ഡൗൺ ആണ്. അതിലെ ഫസ്റ്റ് ഐറ്റം ആണ്. എമൗണ്ട് എത്രയാണ്? 2,500. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും ആകെ ഈ ഒരു ഐറ്റംസ് മാത്രമേ ഇവിടേക്ക് വരാനുണ്ടാവുകയുള്ളൂ. ഇനിയൊക്കെ എന്നാണ് കഴിഞ്ഞ വർഷത്തെ അസറ്റുകൾ ഏതൊക്കെയാണ്? ഓൺ 31st December 2012 ദ ക്ലബ് ഹാഡ് ഇൻവെസ്റ്റ്മെന്റ് വർത്ത് ₹12,000. ഇൻവെസ്റ്റ്മെന്റ് 12,000. ഇതൊക്കെ കഴിഞ്ഞ വർഷം ബിസിനസിന്റെ കയ്യിലുള്ളതാണ്. ഇൻവെസ്റ്റ്മെന്റ് 12,000. അതുപോലെ തന്നെ പിന്നീടുള്ളത് എന്താണ്? ഫർണിച്ചർ 10,000. ഫർണിച്ചർ 10,000. ഫർണിച്ചർ 10,000. അതുപോലെ തന്നെ സ്പോർട്സ് എക്യുപ്മെന്റ്സ് 20,000. സ്പോർട്സ് എക്യുപ്മെന്റ്സ് 20,000. ക്ലിയർ ആയാലോ? ഇത്രയുമാണ് അസറ്റുകൾ. ഇനി എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അതുപോലെ അക്രൂഡ് ഇൻകംസ് ഒക്കെ ഉണ്ടോ എന്ന് ചെയ്യാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ എന്തുണ്ട്? ഒരു ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 2012 അതായത് ഒരു ആദ്യത്തെ അഡ്വാൻസ്, ആദ്യത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് ക്വസ്റ്റ്യനിലുണ്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2012 were ₹4,000. കഴിഞ്ഞ വർഷത്തെ 2012 ഔട്ട്സ്റ്റാൻഡിങ് ആണ് 4,000 രൂപ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഈ ബാലൻസ് ഷീറ്റിൽ വരേണ്ട ഐറ്റം ആണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണ്? 4,000. ഇനി എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ എന്ന് ചെയ്യാം, ചെക്ക് ചെയ്യാം. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിലേക്ക് വരേണ്ട ഐറ്റംസ് ഇത്ര ഐറ്റംസ് തന്നെയുള്ളൂ. ഇനി എന്ത് ചെയ്യാം? ലാബിലിറ്റീസ് സൈഡിൽ എന്താണ് ഇവിടെ വരേണ്ടത്? ഇവിടെ നിന്നാണ് ലാബിലിറ്റീസ് ആയിട്ട് നമുക്ക് ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി മാത്രമേ നൽകിയിട്ടുള്ളൂ. അതായത് 2012 ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണ്? 2,000 ആണ്. അപ്പോൾ ലാബിലിറ്റി ആയിട്ട് നമുക്കെന്താണ്? ഈ സാലറി ഔട്ട്സ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. ഇനി ചെയ്യേണ്ടതാണ് ഈ അസറ്റും ഈ ലാബിലിറ്റിയും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് മൊത്തം എന്ത് ചെയ്യാം? നിങ്ങൾ ആഡ് ചെയ്യാം.
ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് എത്ര ലഭിക്കും? 48,500 എന്ന് ലഭിക്കും. 48,500 എന്ന് ലഭിക്കും. ഈ 48,500 നിന്നും ഈ 2000 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 46,500 എന്ന് ലഭിക്കും. ഇതാണ് നമുക്ക് ഈ ഒരു അസറ്റുകളും ലാബിലിറ്റിയും കമ്പയർ ചെയ്താൽ, താരതമ്യം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് ആണ്. ഈ ഒരു ബാലൻസിങ് ഫിഗർ ആണ് 46,500. ഈ 46,500 ആണ് ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് ഈ 46,500 ആണ് എന്ത്? ക്യാപിറ്റൽ ഫണ്ട്. ശേഷം എന്താണ്? ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുക 48,500. ഇത്രയുമാണ് ഓപ്പൺ ബാലൻസ് ഷീറ്റ്. ഇപ്പം നമുക്കെന്താണ്? ഒരു ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് ആദ്യമായിട്ട് എടുക്കേണ്ട ഐറ്റമാണ് ഈ ഒരു ക്യാപിറ്റൽ ഫണ്ട് 46,500 രൂപ. ഇത് കിട്ടി നമുക്ക് എന്ത് ചെയ്യാം? 2013 ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ സ്റ്റുഡൻസ്, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ടാണ്, അതിൻ്റെ ഒരു ആൻസറിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അതായത് 2013 ഒരു ബാലൻസ് ഷീറ്റാണ് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്നുള്ളത്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? അത് പ്രിപ്പയർ ചെയ്യാം. ആദ്യമായിട്ട് വരേണ്ടത് എന്താണ്? ക്യാപിറ്റൽ ഫണ്ടാണ്. ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലൂടെ നമ്മൾ കണ്ടുപിടിച്ചു 46,500 ആണ്. അപ്പോൾ 46,500 ആണ് ക്യാപിറ്റൽ ഫണ്ട്. ഇനി അതോട് കൂടെ എന്താണ്? സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യണം. നമുക്ക് എന്താണ് കിട്ടിയത്? സർപ്ലസ് ആണ്. ആഡ് സർപ്ലസ്. ആഡ് സർപ്ലസ്. സർപ്ലസ് എമൗണ്ട് എത്രയാണ്? സർപ്ലസ് എമൗണ്ട് 11,580. 11,580. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ ലഭിക്കും? 58,080 രൂപ. 58,080 രൂപയാണ് നമുക്ക് ആൻസർ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ക്യാപിറ്റൽ ഫണ്ട് എഴുതി. ഇനി നമുക്ക് വരേണ്ടത് പേയ്മെന്റ് സൈഡിൽ, റെസിപ്റ്റ് സൈഡിൽ നോക്കുക. റെസിപ്റ്റ് സൈഡിൽ ഏതെല്ലാം ഐറ്റംസ് ഉണ്ട്? ഡൊണേഷൻ ടു ബിൽഡിംഗ് ഉണ്ട്. ഡൊണേഷൻ ടു ബിൽഡിംഗ് 50,000. ഡൊണേഷൻ ടു ബിൽഡിംഗ്. ഡൊണേഷൻ ടു ബിൽഡിംഗ് 50,000. ഇപ്പോൾ ഡൊണേഷൻ ടു ബിൽഡിംഗ് 15,000 ആണ്. പിന്നെ വരുന്നത് എന്താണ്? മാച്ച് ഫണ്ട് ആണ്. മാച്ച് ഫണ്ട്. മാച്ച് ഫണ്ട് എന്നുള്ളത് ഒരു സ്പെഷ്യൽ ഫണ്ടാണ്. ഈ സ്പെഷ്യൽ ഫണ്ട് ആകുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളും ഇൻകംസും എന്ത് ചെയ്യണം? ഇവിടെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകംസ് ഇല്ല, പക്ഷെ എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് എന്ത് ചെയ്യണം? ഇവിടെ വെച്ച് ആഡ് ചെയ്യണം. എക്സ്പെൻസ് എത്രയാണ്? ഇപ്പോൾ അതായത് മാച്ച് ഫണ്ട് 10,000 ആണ്. 10,000 മാച്ച് ഫണ്ട് 10,000 ആഡ് മാച്ച് എക്സ്പെൻസ്. ഈ മാച്ച് എക്സ്പെൻസ് എന്നാണ് നമ്മൾ നേരത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുത്തിട്ടില്ലേ? കാരണം എന്താണ്? അതിവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. 6,800 രൂപ. അപ്പോൾ ടോട്ടൽ എത്രയായി? 16,800 എന്ന് നമുക്ക് ആൻസർ ലഭിക്കുന്നതാണ്. ഇവിടെ എന്താണ്? ആഡ് അല്ല, മാച്ച് ഫണ്ട്. മാച്ച് ഫണ്ട് എന്നാണ് ലെസ് ആണ് കേട്ടോ. അത് എക്സ്പെൻസ് ലെസ് ചെയ്യുക. എക്സ്പെൻസ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചെലവുകൾ കുറക്കുക, ഇൻകംസ് ആഡ് ചെയ്യാം. ഇൻകംസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതുപോലെ എന്താണ്? എക്സ്പെൻസ് ലെസ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ മാച്ച് എക്സ്പെൻസ് ചെലവാണ്. ആ ചെലവ് എന്ത് ചെയ്യാം? നമുക്ക് കുറക്കാം. ചെലവ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 3,200 ആൻസർ ലഭിക്കും. 3,200 ആണ് നമുക്ക് ആൻസർ ലഭിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് വരുന്ന ഐറ്റംസ് മിസലേനിയസ് റെസിപ്റ്റ് വരുന്നതല്ല, സെയിൽസ് വരുന്നതല്ല. ഇനി അഡ്ജസ്റ്റ്മെന്റിലേക്ക് നോക്കാം. അഡ്ജസ്റ്റ്മെന്റിൽ എന്താണ്? അഡ്ജസ്റ്റ്മെന്റിലുള്ള ഐറ്റംസ് നമ്മൾ നേരത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുത്ത ഐറ്റംസ് ഇവിടേക്കും എടുക്കണം. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, അത് എന്താണ്? അസറ്റാണ്. അതുപോലെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. 2013 സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണ്.
2013 ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ടത് സാലറി ഔട്ട്സ്റ്റാൻഡിങ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണ്? 2013 എമൗണ്ട് 2500 രൂപ. ഇനി എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഒരു ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലേക്ക് എടുക്കേണ്ടത്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അസറ്റ് സൈഡിൽ നോക്കാം. അസറ്റ് സൈഡിൽ ഫസ്റ്റ് ഒന്നാണ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാ ഫിക്സഡ് അസറ്റ് ആണുള്ളത്? പേയ്മെന്റ് സൈഡ് നോക്കുക എല്ലാവരും. പേയ്മെന്റ് സൈഡിൽ മാച്ച് എക്സ്പെൻസ്, റെന്റ്, സാലറി, സൺഡേ എക്സ്പെൻസ്, ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്. അപ്പം ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് അതിന് മുന്നേ നിങ്ങൾ എന്താണ് നേരത്തെ ഉള്ള ഐറ്റംസ് എഴുതണം. അതായത് കഴിഞ്ഞ വർഷത്തെ ഫിക്സഡ് അസറ്റുകളില്ലേ, അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഫിക്സഡ് അസറ്റ് ആണ് ആദ്യം എഴുതേണ്ടത്. കഴിഞ്ഞ വർഷത്തെ അത് അഡ്ജസ്റ്റ്മെന്റിന്റെ കൂടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഓൺ 31st December 2012 ക്ലബ് ഹാഡ് ഇൻവെസ്റ്റ്മെന്റ് 12,000. ഇൻവെസ്റ്റ്മെന്റ് 12,000. ഇതിനോട് കൂടെ എന്ത് ചെയ്യണം, ഈ വർഷം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഈ വർഷം എന്നാണ് വീണ്ടും 30,000 രൂപ വീണ്ടും ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്തു. ആഡ് ഇൻവെസ്റ്റ്മെന്റ്. ആഡ് ഇൻവെസ്റ്റ്മെന്റ് 13,000. ആഡ് ഇൻവെസ്റ്റ്മെന്റ് 13,000. ഇപ്പൊ ടോട്ടൽ എത്രയായി? 42,000 ആയി. 42,000. ഇൻവെസ്റ്റ്മെന്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നതല്ല, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 42,000 ആണ്. ഇനി നെക്സ്റ്റ് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ 10,000. ഫർണിച്ചർ 10,000. അതോടുകൂടി എന്താണ്, ഈ വർഷം ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ടോ എന്ന് എവിടെ നോക്കണം? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ പേയ്മെന്റ് സൈഡിൽ നോക്കുക. ഈ വർഷം പുതുതായിട്ട് ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഈ വർഷം ഫർണിച്ചർ വാങ്ങിയിട്ടില്ല. പക്ഷെ അതിനെന്താണ്, ഡിപ്രീസിയേഷൻ ഉണ്ട്. അതെന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ലെസ് ഡിപ്രീസിയേഷൻ. അതായത് 10,000ന്റെ 20% എത്രയാണ്? 2,000 രൂപ. അപ്പൊ 10,000-ൽ നിന്നും 2,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 8,000 ആണ് ഫർണിച്ചറിന്റെ ഇപ്പോഴത്തെ വാല്യൂ. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് സ്പോർട്സ് എക്യുപ്മെന്റ്സ് ആണ്. സ്പോർട്സ് എക്യുപ്മെന്റ്സ് എത്രയാണ്? 20,000 ആണ്. കഴിഞ്ഞ വർഷത്തേത് 20,000. ഈ വർഷം പുതുതായിട്ട് വാങ്ങിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യാം, അത് പേയ്മെന്റ് സൈഡിൽ നോക്കാം. പേയ്മെന്റ് സൈഡിലുണ്ട് സ്പോർട്സ് എക്യുപ്മെന്റ്സ് 32,000. ഈ വർഷം 32,000 രൂപക്ക് വീണ്ടും സ്പോർട്സ് എക്യുപ്മെന്റ്സ് വാങ്ങിയിട്ടുണ്ട്. എന്നാണ് ആഡ് അഡീഷൻ എന്ന് പറഞ്ഞാൽ ഈ വർഷം വാങ്ങിയത് അഡീഷൻ 32,000. ടോട്ടൽ എത്രയായി? 32 + 20 52,000 രൂപയായി. അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ അതായത് 52,000ന്റെ 25% ആണ്. 25% ഡിപ്രീസിയേഷൻ. അത് എത്രയാണ്? 13,000. 13,000. 13,000 ഡിപ്രീസിയേഷൻ ആണ്. 52,000-ൽ നിന്നും 13,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന സംഖ്യ എത്രയാണ്? ബാക്കി വരുന്ന സംഖ്യ 39,000. 39,000. ഇനി ഇതിലേക്ക് എടുക്കേണ്ട ഐറ്റംസ് എന്താണ്? ബാലൻസ് ക്യാരി ഡൗൺ. ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. ബാലൻസ് ക്യാരി ഡൗൺ പറഞ്ഞാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് അത് എത്രയാണ്? 18,780. ക്യാഷ് ഇൻ ഹാൻഡ്. ഇതിലേക്കുള്ള ക്യാഷ് ഇൻ ഹാൻഡ് ക്ലോസിംഗ് ബാലൻസ് ആണ് 18,780. 18,780. ഇനി അഡ്ജസ്റ്റ്മെന്റിൽ ഉള്ള ഐറ്റംസ് ആണ് വരേണ്ടത്. അതിലൊന്നാണ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്.
2013 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? 6000 രൂപ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളത് ഒരു അക്രൂഡ് ഇൻകംസ് ആണ്. അതെന്നാണ് ബാലൻസ് ഷീറ്റിലേക്ക് വരേണ്ട ഐറ്റംസ് ആണ്. 6000 രൂപ. 6000 രൂപ. ഇപ്പോൾ എന്തായി? എല്ലാ ഐറ്റംസുമായാലും ഇനിയൊന്നും എടുക്കാനില്ല. ഇത് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് എത്ര ലഭിക്കും? 1,13,780. 1,13,780 രൂപ. ഇവിടെയും അതേ ആൻസർ എന്നാണ് ലഭിക്കുന്നതാണ്. 1,13,780 രൂപ. ഇതാണ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ. ബാലൻസ് ഷീറ്റ് എന്തായി? ടാലിയായി. നമ്മൾ ചെയ്ത വർക്ക് എന്നാണ് കറക്റ്റാണ് എന്ന് തെളിയിക്കുന്നതാണ്. അവസാനം ടാലി ആയി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കറക്റ്റ് ആയിരിക്കും. നമുക്ക് പൂർണ്ണമായിട്ടും 8 മാർക്ക് ലഭിക്കുന്നതാണ്. സ്റ്റുഡൻസ്, ഈ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെയാണ് സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്.